ഈ പാഞ്ചാലിമേട നിന്നാലും പുല്ലുമേട്ടിൽ നിന്നാലും പരുന്തുംപാറ നിന്നാലും മകരവിളക്ക് കാണാമെന്ന് പറയുന്നു. ശബരിമല വനമാണ് ഇവിടെ മുന്നിൽ അങ്ങ് കാണുന്ന മൊത്തം. ഉയരം കൂടുന്തോറും ചായയുടെ രുചിയും കൂടും. ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് 2 മണിക്കൂർ നേരത്തേക്ക് നിങ്ങൾ പുളിയുള്ളത് എന്ത് കഴിച്ചാലും അത് നല്ല മധുരമായിരിക്കും. നല്ല പുളിയൻ മാങ്ങയാണ് എന്നാണ് അവകാശം. പക്ഷെ കഴിച്ചു നോക്കാം. പല്ല് കാണിച്ച പഞ്ഞിച്ചേട്ടൻ ഫുഡായിട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഐശ്വര്യമായിട്ട് പാഞ്ചാലിമേട്ടിലെ ഒരു ദിവസം നമ്മൾ തുടങ്ങുവാണ്. അതിരാവിലെ തന്നെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളീ പോണത് ഒരു നൈസ് സൺറൈസ് പിടിക്കാനാണ്. സംഗതി ഇത്തിരി റിസ്ക് ഉള്ള വഴിയാണ്. എന്നാലും നമ്മുടെ ജോർജുട്ടി എന്ന ഈ പഞ്ഞിച്ചേട്ടനിലായിരുന്നു ഞങ്ങളുടെ ഫുൾ കോൺഫിഡൻസ് കേട്ടോ. പുള്ളി നേരെ ഒരു കുന്നിന്റെ മേലെ കൊണ്ടു ചെന്ന് വണ്ടി നിർത്തി. എന്തോ ഒരു വലിയ സർപ്രൈസ് കാണാനുള്ള പോലെയാട്ടോ ഞങ്ങളുടെ ഈ പോക്ക്. സ്റ്റെപ്പ് കയറി ചെന്ന് ഞങ്ങളെ പഞ്ഞിച്ചേട്ടൻ കാണിച്ചു തന്ന കാഴ്ച അതൊരു സർപ്രൈസ് തന്നെയായിരുന്നു. എന്താ പഞ്ഞിന്ന് പേരിടാൻ കാരണം അല്ല പറഞ്ഞു, നമ്മുടെ ഓഡിയൻസിനും കൂടെ വേണ്ടി. നമ്മുടെ പഞ്ഞിച്ചേട്ടൻ ഒരു അസാധ്യ കുക്ക് കൂടിയാണ്. പുള്ളി ഉണ്ടാക്കി കൊടുക്കുന്ന അപ്പം അത്രയും പഞ്ഞി പോലെ സോഫ്റ്റ് ആയതുകൊണ്ട് പുള്ളിക്ക് പഞ്ഞിന്ന് പേര് വന്നു. ഇന്ന് നൈറ്റ് നമുക്ക് പുള്ളിയുടെ വകയാട്ടോ ഡിന്നർ. ഈ പാഞ്ചാലിമേട നിന്നാലും പുല്ലുമേട്ടിൽ നിന്നാലും പരുന്തുംപാറ നിന്നാലും മകരവിളക്ക് കാണാമെന്ന് പറയുന്നില്ലേ ശബരിമല. അപ്പം പലരും ഓർക്ക് ഇത് 3 വ്യത്യസ്ത സ്ഥലങ്ങളാണ്. പക്ഷെ ഇത് കറക്റ്റ് ഒരേ ഡിഗ്രിയിലാണ് ഈ സ്ഥലങ്ങളുടെ കിടപ്പ്. ശബരിമല വനമാണ് ഇവിടെ മുന്നിൽ അങ്ങ് കാണുന്ന മൊത്തം. അപ്പൊ അവിടുന്ന് അങ്ങോട്ട് കാണാം പരുന്തുംപാറ തേണ്ടേ ആ സൂര്യൻ വെച്ചിട്ട് തൊട്ടപ്പുറം ഇപ്പം തന്നെ കാണാം. അവിടുത്തെ നമുക്ക് അവിടുത്തെ ടവറുകൾ പിന്നിലും കാണാം. അവിടുന്ന് കാണാം. പിന്നെ പുല്ലുമേട് എന്ന് പറഞ്ഞാൽ നേരെ അക്കരെയാണ് കാണുന്നത്. ചുറ്റുമുള്ള പ്രകൃതിയൊക്കെ നോക്കിക്കണ്ട് ഉദിച്ചു വരുന്ന സൂര്യന്റെ ഭംഗി ആസ്വദിച്ച് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊച്ചു വർത്താനൊക്കെ പറഞ്ഞു നിൽക്കുമായിരുന്നു. അപ്പൊ ദാണ്ടേ നമ്മുടെ പഞ്ഞിച്ചേട്ടൻ ഒരു ഫ്ലാസ്ക് നിറയെ കടുങ്കാപ്പിയായിട്ട് വന്നേക്കുക. ഈ സൺറൈസും കണ്ട് കട്ടൻ കാപ്പി കുടിക്കാന്ന് പറയുന്നത് ഒരു വൈബ് തന്നെയാ. നമ്മുടെ എല്ലാ ദിവസവും ഇങ്ങനെയാണ് തുടങ്ങുന്നെന്നുണ്ട് എന്ത് രസമായിരിക്കും അല്ലേ. കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് പയ്യെ ഇറങ്ങി. വീണ്ടും നമ്മൾ നമ്മുടെ പഞ്ഞിച്ചേട്ടന്റെ ജീപ്പിൽ കയറി യാത്ര തുടങ്ങി. നമ്മുടെ പഞ്ഞിച്ചേട്ടൻ നെക്സ്റ്റ് വണ്ടി കൊണ്ടുപോയി നിർത്തിയത് ഒരു തേയിലത്തോട്ടത്തിന്റെ ഒത്ത നടുക്കാണ് കേട്ടോ. അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഒരു പച്ച പരവതാനി വിരിച്ച പോലെ ഒരു തേയിലത്തോട്ടം, ഒത്ത നടുക്ക് ഞാനും. ഈ തേയില എങ്ങനെയാണ് തേയിലപ്പൊടി ആവുന്നേ എന്നതിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ ആട്ടോ അവിടെ നടക്കുന്നേ. അങ്ങനെ ഡിസ്കഷനൊക്കെ കഴിഞ്ഞപ്പോ തേയിലത്തോട്ടത്തിനോട് യാത്രയും പറഞ്ഞ് ജീപ്പിൽ കയറി. ഇപ്പൊ നമ്മൾ വന്നേക്കുന്നത് വില്ലോ സ്കൈ എന്ന് പറയുന്ന നമ്മുടെ പാഞ്ചാലിമേട്ടിലെ ജോണിച്ചേട്ടന്റെ സ്വന്തം പ്രോപ്പർട്ടി കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പാഞ്ചാലിമേട് ഫ്രണ്ട്സ് ആയിട്ടോ ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഒന്ന് അടിച്ചു പൊളിക്കാൻ നിങ്ങൾക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രോപ്പർട്ടിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ നമ്മുടെ ജോണിച്ചേട്ടനെ വിളിച്ചോ. ജോണിച്ചേട്ടന് ഈ ഒരു പ്രോപ്പർട്ടി കൂടാതെ ഒരു ഹോം സ്റ്റേ കൂടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ പ്രിഫർ ചെയ്തത് അവരുടെ ഈ പെപ്പർ ഗ്ലെൻ എന്ന് പറഞ്ഞ ഹോം സ്റ്റേ ആണ്. ഒരു ഹോംലി ഫീൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ദിസ് ഇസ് ദി ബെസ്റ്റ് ചോയ്സ്. അതാവുമ്പോ റാണി ചേച്ചിയുടെ ഹോംലി ഫുഡും കഴിക്കാം. ഞങ്ങൾ നാടൊക്കെ കറങ്ങി തിരിച്ചു വന്നപ്പോഴത്തേക്കിനും റാണി ചേച്ചി നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കണ്ടോ, എല്ലാത്തിനും ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു. എസ്പെഷ്യലി ഈ കപ്പയും മുളകിട്ട മീൻകറിയും. കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നേരെ മേലെ ഞങ്ങളുടെ റൂമിലേക്ക് ചെന്നു. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലിവിംഗ് സ്പേസും ദേ ഇതുപോലെ 3 ബെഡ്റൂംസും ആണ് അപ്പർ ഫ്ലോറിലുള്ളത്. മുകളിലെ നില ഹോം സ്റ്റേക്ക് കൊടുത്ത് ജോണിച്ചേട്ടനും റാണി ചേച്ചിയും താഴെ താമസിക്കുന്നേ. ഒരു കുഞ്ഞു ട്രീ ഹൗസ് അവർ സെറ്റ് ആക്കിയിട്ടുണ്ടേ. പാഞ്ചാലിമേട് ഒന്നുകൂടെ എക്സ്പ്ലോർ ചെയ്യാൻ ഞങ്ങൾ വണ്ടിയെടുത്ത് വീണ്ടും ഇറങ്ങി. ഒരു സർപ്രൈസ് കൂടെ കാണിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടാട്ടോ ഈ പോക്ക്. പോകുന്ന വഴിക്ക് ഒരു കൂട്ടം കുഞ്ഞന്മാരെ കണ്ടു. അവരുടെ സ്കൂളും ആ നാട് പോലെ തന്നെ അത്രയും നിഷ്കളങ്കരായിട്ടുള്ള പിള്ളേര്. സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്കൂളായിരുന്നു കേട്ടോ അത്. മിന്നാരം
അങ്ങനെ ആ കുഞ്ഞു മക്കളോടും സിസ്റ്റേഴ്സിനോടും വിദ്യാലയത്തിനോടൊക്കെ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നു. കുറച്ചു ദൂരം ഒരു ഇച്ചിരി ഓഫ് റോഡ് യാത്രയായിരുന്നു കേട്ടോ. യാത്രയുടെ എൻഡില് നമ്മുടെ പഞ്ഞിച്ചേട്ടൻ വണ്ടിയും നിർത്തി കയറിപ്പോയത് ഒരു കൊക്കോ തോട്ടത്തിന്റെ ഉള്ളിലേക്കാ. വഴികാട്ടി. അങ്ങനെ വഴികാട്ടിയുടെ പാത പിന്തുടർന്ന് ഞങ്ങളും നടന്നു. നടന്ന് നമ്മൾ അവസാനം എത്തിച്ചേർന്നത് ദേ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ സ്ഥലത്തേക്കാ. ഒരു സേഫ്റ്റിക്ക് വടിയും കുത്തിയാണ് അമ്മയുടെ വരവ്. നല്ല തെളിഞ്ഞ വെള്ളം, ഒരു ഇളം വെയിലും കൊണ്ട് ആ തെളിഞ്ഞ വെള്ളത്തിൽ കാലിട്ടിരിക്കാൻ ഒരു പ്രത്യേക സുഖമായിരുന്നു. 4 പേര് 4 ദിക്കിലിരുന്ന് പഞ്ഞിച്ചേട്ടൻ പറയുന്ന കഥകൾ കേട്ടോണ്ടിരിക്കുവായിരുന്നു കേട്ടോ. വർത്താനത്തിനിടയിൽ നോക്കിയപ്പോഴാണ് കേട്ടോ ഇത് കണ്ടത്. കുഞ്ഞൻ മീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നു. മഴക്കാലം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ കേട്ടോ നമ്മളിവിടം കാണാൻ വന്നേ. മഴക്കാലം തുടങ്ങിയാൽ പിന്നെ ഇവിടെ വേറെ തന്നെ വൈബായിരിക്കും എന്നാണ് നമ്മുടെ പഞ്ഞിച്ചേട്ടൻ പറയുന്നത്. അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ഹിഡൻ സ്പോട്ടാണ് കേട്ടോ ഇത്. പോകുന്ന വഴിക്ക് നമ്മൾ അവിടെയുള്ള ഒരു കങ്കാരുമരം കണ്ടു. ഈ കങ്കാരു കുഞ്ഞുങ്ങൾ കങ്കാരുവിന്റെ വയറിലിരിക്കത്തില്ലേ, അതുപോലെ ഞാനും ഒന്ന് ഇരുന്ന് നോക്കി. കാല് നനയ്ക്കാൻ വലിയ ആഗ്രഹമില്ലാത്തോണ്ട് എന്റെ അപ്പന്റെ മുഴുവൻ നേരം ഇവിടെ ഇരുന്ന് എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു. അങ്ങനെ നല്ല വിശപ്പിന്റെ വിളി വന്നപ്പോഴത്തേക്കിനും നമ്മൾ അവിടെ നിന്ന് വിട്ടു. പോണ വഴിക്ക് പഞ്ഞിച്ചേട്ടൻ മരത്തിൽ കയറി ഒരു കൊക്കോ പറിച്ചു തന്നു. വീട്ടിലെത്തിയതും നമ്മളെ കാത്തിരുന്നത് ദേ ഈ വിഭവസമൃദ്ധമായ റാണി ചേച്ചിയുടെ ലഞ്ചായിരുന്നു. ലഞ്ച് കഴിച്ചതിന് ശേഷം ജോണി ചേട്ടനും റാണി ചേച്ചിയും കൃഷി ചെയ്തുണ്ടാക്കിയ കുറച്ച് കായ്ക്കനികൾ പരിചയപ്പെടാൻ ഇറങ്ങി. ആദ്യം തന്നെ ദേ നിൽക്കുന്ന ഒരു ജാതിക്ക, അടുത്തതായിട്ട് ദാണ്ട് നിൽക്കുന്നു ഒരു ആത്തച്ചക്ക. പക്ഷെ കൂട്ടത്തിലെ വെറൈറ്റി ദേ ഇവനാണ് കേട്ടോ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് 2 മണിക്കൂർ നേരത്തേക്ക് നിങ്ങൾ പുളിയുള്ളത് എന്ത് കഴിച്ചാലും അത് നല്ല മധുരമായിരിക്കും. ഇതാണ് മാജിക് ഫ്രൂട്ട്, മിറാക്കിൾ ഫ്രൂട്ട്. ഇവിടെ നല്ല പുളിയൻ മാങ്ങയാണ് എന്നാണ് അവകാശം. പക്ഷെ കഴിച്ചു നോക്കാം. നല്ല മധുരമുള്ള മാങ്ങ കഴിക്കുന്ന പോലെ ഉണ്ട്. ഇതാണ് മിറാക്കിൾ ഫ്രൂട്ട് എഫക്ട്. ജോണി ചേട്ടന്റെയും റാണി ചേച്ചിയുടെ റിലേറ്റീവ്സ് വന്നിട്ടുണ്ടായിരുന്നേ. കൂട്ടത്തിൽ ഇവനെ കണ്ടപ്പോ എനിക്ക് ഒരാൾ ഓർമ്മ വന്നു. ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ, അവന്റെ ആ സംസാരവും ലുക്കും ഒക്കെ ആ പാലും പഴവും പോലെ ഇല്ലേ. ജോണി ചേട്ടന്റെ പറമ്പിൽ ഇനിയും കാര്യങ്ങൾ കാണാനുണ്ട് കേട്ടോ. അതിലെ വേറൊരു പ്രധാനിയാണ് ഈ മരത്തിൽ കായ്ക്കുന്ന ഗ്രേപ്പ് ഫ്രൂട്ട്. കാണാൻ മുന്തിരി പോലെയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അതിന്. അങ്ങനെ പറമ്പിലൂടെ നടന്നു പോയപ്പോ ദേ നിൽക്കുന്നു വാനില ചെടി, ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ചെടി, പിന്നെ നമ്മുടെ റംബൂട്ടാനെ പോലെ ഇരിക്കുന്ന പുലാസൻ. പല്ല് കാണിച്ചേ. യൂട്യൂബിൽ വരും. നമുക്ക് പല്ല് പറിച്ചാ ഹിറ്റാവും, വൈറലാവും. വാ പല്ല് പറിക്കാം. ഇവിടെ കാണിക്കാ, പല്ലൊന്ന് കാണിക്കേ. ഞാൻ പറിക്കത്തില്ല. ഒരാളുടെ പല്ല് പറിക്കാനുള്ള ഗുസ്തിപ്പിടുത്താട്ടോ നിങ്ങൾ കണ്ടേ. വീണ്ടും നമ്മുടെ പറമ്പിലെ കായ്ക്കനികളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് മരത്തക്കാളി. ഒരേളം മധുരമൊക്കെയുള്ള ഒരു കുഞ്ഞൻ തക്കാളി. ഇതിനൊക്കെ പുറമെ മാങ്ങ, ചക്ക, ചോക്ലേറ്റ് ഫ്രൂട്ട്, ഏലം, ഇരുമ്പാമ്പുളി, സ്റ്റാർ ഫ്രൂട്ട്, എന്തിനു പറയുന്നു, വീട്ടിൽ വളർത്തുന്ന മത്സ്യകൃഷി വരെ ഉണ്ട്. അങ്ങനെ എല്ലാം ചുറ്റിക്കണ്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കിനും നമ്മുടെ റാണി ചേച്ചിയുടെ വക പഴംപൊരിയും നല്ല ചായയും. അങ്ങനെ നേരം ഏകദേശം ഇരുട്ടായി തുടങ്ങിയപ്പോഴത്തേക്കിനും നമുക്ക് പൂളിൽ ചാടാൻ ഒരു പൂതി. സംഗതി അവിടെയുള്ള ഒരു പാറക്കല്ലിനെ തന്നെ പൂളാക്കി മാറ്റിയ നമ്മുടെ ജോണി ചേട്ടന്റെ ഇന്റലിജൻസ് ആണ് നിങ്ങളിപ്പോ കാണുന്നത്. എന്നാ പിന്നെ നേരം കളയണ്ട, പൂളിലോട്ട് ഇറങ്ങാം അല്ലേ. അങ്ങനെ പൂളിൽ ഇറങ്ങാനുള്ള ആക്രാന്തത്തിന് ഞാനൊരു ഗംഭീര തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂർ നേരത്തോളം ഞങ്ങൾ പൂളിൽ അടിച്ചു പൊളിച്ചു. പൂളിൽ അടിച്ചുപൊളി കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്നോട് അവള് ഭയങ്കര കൂട്ടായി കേട്ടോ. പഞ്ഞിച്ചേട്ടൻ ഫുഡായിട്ട് എത്തിയിട്ടുണ്ട്. ഒരു വെറൈറ്റി സാലഡ് തൊട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിന്നർ ആയിരുന്നു കേട്ടോ പഞ്ഞിച്ചേട്ടൻ നമുക്ക് വേണ്ടി ഒരുക്കിയത്. ഞങ്ങളെ വയറ് നിറയെ കഴിപ്പിച്ചതിന് ശേഷം പുള്ളിയും കഴിക്കാനിരുന്നു. രാവിലെ തൊട്ട് ഈ നിമിഷം വരെ ഞങ്ങളെ കൊണ്ട് നടന്നതിനും ഞങ്ങൾക്ക് നല്ലൊരു ഡിന്നർ തന്ന് ഞങ്ങളുടെ വയറ് നിറപ്പിച്ച് ഞങ്ങളെ സന്തോഷിപ്പിച്ചതിനും ഞങ്ങൾ പഞ്ഞിച്ചേട്ടനെ മിസ് ചെയ്യും കേട്ടോ. ദ വെരി നെക്സ്റ്റ് ഡേ എണീറ്റ പാടെ ഒരു സ്മോൾ വാക്കിന് ഞാൻ ഇറങ്ങി. ഈ റോഡും
ചുറ്റുപാടുമുള്ള പച്ചപ്പും ഹരിതാഭയും ആ പരിസരമൊക്കെ കാണാൻ എന്ത് രസാ. നിങ്ങൾക്കും ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ നേരെ പോരെ നമ്മുടെ ജോണി ചേട്ടന്റെയും റാണി ചേച്ചിയുടെയും ഈ ഹോം സ്റ്റേയിലേക്ക്, പെപ്പർ ഗ്ലെൻ പോവത്ത്. നമ്പർ ദേ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചു സമയം കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് യാത്ര പറയും. അതുകൊണ്ടുള്ള സമയം മാക്സിമം ഈ സ്പേസ് ഒക്കെ ഒന്ന് എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചു. നമ്മൾ ഇന്നലെ കിടന്ന് ആർമാദിച്ച ഈ പൂളിന്റെ ഒരു വ്യൂ കണ്ടോ നിങ്ങള്? പൂളിന്റെ സൈഡിലൂടെ നമ്മൾ സ്റ്റെപ്പ് കയറി വേണം നമ്മൾ ഇനി തിരിച്ച് ഹോം സ്റ്റേയിലോട്ട് എത്താൻ. ഇനി റാണി ചേച്ചിയുടെ ബ്രേക്ക്ഫാസ്റ്റ് ലക്ഷ്യം വെച്ചുകൊണ്ട് നടന്ന് കയറിയപ്പോ ദേ ഇവിടെ ഒരാള് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആത്തച്ചക്ക പറിക്കാൻ കയറുവാട്ടോ. ജോണി ചേട്ടൻ രാവിലെ തന്നെ നല്ല പാകപ്പെട്ട ആത്തച്ചക്കയും പറിച്ച് കയ്യിൽ തന്നു. അങ്ങനെ നടത്തമൊക്കെ കഴിഞ്ഞ് നമ്മൾ റെഡിയായി പോകാൻ ഇറങ്ങിയപ്പോ നമ്മുടെ റാണി ചേച്ചിയുടെ വക അവരുടെ ഒരു ഒതന്റിക് ബ്രേക്ക്ഫാസ്റ്റ്, ഏറോ റൂട്ടിന്റെ പൊടി കൊണ്ട് ഒരു മുട്ടയപ്പം, അതിന് കൂട്ടായിട്ട് തേൻ, പിന്നെ ബ്രെഡ്, ഓംലെറ്റ്, ചായ. എല്ലാവരും ഒരുമിച്ച് ആ മേലത്തെ സിറ്റ് ഔട്ടിലിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വർത്താനങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിനും എനിക്കൊരു കാര്യം ഉറപ്പായിരുന്നു, ഒത്തിരി മിസ് ചെയ്യും ഇതെല്ലാം. ഈ ഫോട്ടോയിലുള്ളതാണ് നമ്മുടെ ജോണി ചേട്ടന്റെയും റാണി ചേച്ചിയുടെയും ഫാമിലി. നമുക്ക് കൊണ്ടുപോകാനായിട്ട് അവരുടെ പറമ്പിൽ തന്നെ ഉണ്ടായിട്ടുള്ള മാങ്ങയും ബാക്കി ഫ്രൂട്ട്സ് ഒക്കെ പാക്ക് ചെയ്യുന്ന തിരക്കിലാണ് നമ്മുടെ റാണി ചേച്ചി. ഇവിടെ വേറെ 2 പേര് ദേ വണ്ടിയിൽ പെട്ടിയൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുന്നു. അവര് തന്നെ കൃഷി ചെയ്തെടുത്ത സ്പൈസസ് ആണ് ജോണിച്ചേട്ടൻ നമുക്ക് കൊണ്ടുപോകാൻ തരുന്നത് കേട്ടോ. ഏലം, മഞ്ഞള്, കുരുമുളക് എല്ലാം ഉണ്ട്. അതിനൊക്കെ പുറമെ റാണി ചേച്ചി നമുക്ക് വേണ്ടി മാറ്റിവെച്ച ഫ്രൂട്ട്സും. ഒരു ഫാമിലിനെ കൂടെ ഞങ്ങൾക്ക് കിട്ടി എന്നുള്ളൊരു സന്തോഷത്തിൽ ഞങ്ങൾ അവിടുന്ന് പോന്നു. ഇവിടുന്ന് നേരെ വെച്ച് പിടിക്കുന്നത് നമ്മൾ തിരുവല്ലായിക്കാണ് കേട്ടോ. ഇവിടെ തിരുവല്ലായില് ഇന്നൊരു ഇനാഗ്രേഷൻ ഉണ്ട്, ഒരു സലൂണിന്റെ. അങ്ങനെ റെഡി ആയിട്ട് ഞാനും അമ്മ ഇറങ്ങി. ഷിയാസിക്ക് ഞാനും ആട്ടോ ഇനാഗ്രേഷൻ ചെയ്യുന്നേ. തിരുവല്ലായിലെ ദ പ്രീമിയം യൂണിസെക്സ് സലൂൺ ആയിട്ടുള്ള ഗ്ലാം മോറിന്റെ ഇനാഗ്രേഷൻ വേളയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സംരംഭത്തിന്റെ ഉദ്ഘാടനത്തിന് നമ്മളെ തന്നെ തെരഞ്ഞെടുക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് കേട്ടോ. അങ്ങനെ ഗംഭീരമായ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് തിരുവല്ലായുടെ സ്വന്തം പ്രീമിയം യൂണിസെക്സ് സലൂൺ ആയിട്ടുള്ള ഗ്ലാം മോർ ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അവിടുന്ന് നമ്മൾ നേരെ വിട്ടത് ദേ ഫ്രൂട്ട് ബേയിലോട്ടാണ് കേട്ടോ. ഷിയാസിക്കന്റെ വക ചെലവ്. നൈസ് ആയിട്ട് ഒരു ചീസ് കേക്ക് ഓർഡർ ചെയ്തു. എന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ, ബ്ലൂബെറി ചീസ് കേക്ക്. നൈസ് ആയിരുന്നു. തിരുവല്ലായിൽ വേറൊരു ഫുഡ് സ്പോട്ടും കൂടെ മസ്റ്റ് ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ കൂട്ടിക്കൊണ്ട് പോവാട്ടോ ഷിയാസിക്ക. അങ്ങനെ ആ സ്പോട്ട് എത്തിയിരിക്കുകയാണ്, ബ്ലാക്ക് ഫോർട്ട് കഫേ ആൻഡ് ഗ്രിൽ റെസ്റ്റോ. ഇത് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കഫേയുടെ മുതലാളി. അങ്ങനെ കടയുടെ അകത്ത് കയറി ഞങ്ങൾ ആദ്യം തന്നെ സ്ഥാനം ഉറപ്പിച്ചു. അപ്പൊ തന്നെ മുതലാളി വന്ന് ഓർഡറും എടുത്തു. ഇവരൊക്കെയാണ് കേട്ടോ ഈ ഒരു ബ്ലാക്ക് ഫോർട്ടിന്റെ ഓൾ ഇൻ ഓൾ. അങ്ങനെ നമ്മുടെ ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അൽഫാം ആയിരുന്നു കേട്ടോ മെയിൻ. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബട്ടർ അൽഫാം ആയിരുന്നു കേട്ടോ. അവരുടെ ഒരു സിഗ്നേച്ചർ ഐറ്റം കൂടിയാണേ. അധികം വൈകാതെ തന്നെ പ്ലേറ്റ് കാലിയായി. അതും പോരാഞ്ഞിട്ട് അവരുടെ വക ഒരു പിനാക്കൊളാഡ മോക്ടെയിലും. അങ്ങനെ വയറ് നിറഞ്ഞതിന്റെ സന്തോഷത്തിൽ അവരോട് യാത്രയും പറഞ്ഞ് നമ്മൾ നേരെ വിട്ടു പൊന്നാനിയിലേക്ക്. തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന വഴി ഈ ഒരു യാത്ര അത്രയും മെമ്മറബിൾ ആക്കി തന്ന എല്ലാവരും എൻ്റെ മനസ്സിൽ വന്നു കേട്ടോ. ഇതുപോലെയുള്ളൊരു യാത്രാകഥയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ ഫ്രം വേൾഡ് ഓഫ് വിൻസി.